ശാന്തി 6/7/25 പ്രഭാതമുരളി അവ്യക്ത ബാബ്ദാദ റിവൈസ് 18/1/2006 മധുബൻ. സങ്കല്പത്തിൻ്റെയും സമയത്തിൻ്റെയും വാക്കിൻ്റെയും സമ്പാദ്യ പദ്ധതിയിലൂടെ സഫലതയുടെ സെറിമണി ആഘോഷിക്കൂ. നിരാശരായ ആത്മാക്കളിൽ ആശയുടെ ദീപം തെളിയിക്കൂ. ഇന്ന് സ്നേഹത്തിൻ്റെ ദിവസമാണ്. 4 ഭാഗത്തുമുള്ള എല്ലാ കുട്ടികളും സ്നേഹത്തിൻ്റെ സാഗരത്തിൽ ലയിച്ചിരിക്കുകയാണ്. ഈ സ്നേഹം സഹജയോഗി ആക്കി മാറ്റുന്ന ഒന്നാണ്. സ്നേഹം സർവ അന്യ ആകർഷണങ്ങളിൽ നിന്നും ഉപരിയാക്കുന്ന ഒന്നാണ്. സ്നേഹത്തിൻ്റെ വരദാനം കുട്ടികളായ നിങ്ങളേവരുടെയും ജന്മത്തിൻ്റെ വരദാനമാണ്. സ്നേഹത്തിൽ പരിവർത്തനപ്പെടുത്തുന്നതിൻ്റെ ശക്തിയുണ്ട്. അപ്പോൾ ഇന്നത്തെ ദിവസം 2 പ്രകാരത്തിലുള്ള കുട്ടികളെ 4 ഭാഗത്തും കണ്ടു. എല്ലാവരും ലവ്ലി കുട്ടികളാണ്. എന്നാൽ ഒന്നാണ് ലവ്ലി ആയ കുട്ടികൾ, രണ്ടാമത്തേതാണ് ലവ്ലീൻ ആയ കുട്ടികൾ. ലവ്ലീൻ ആയ കുട്ടികൾ ഓരോ സങ്കല്പത്തിലും, ഓരോ ശ്വാസത്തിലും, ഓരോ വാക്കിലും, ഓരോ കർമ്മത്തിലും സ്വതവേ തന്നെ ബാബയ്ക്ക് സമാനം സഹജമായി ഇരിക്കുന്നു. എന്തുകൊണ്ട്? കുട്ടികൾക്ക് ബാബ സമർത്ഥഭവ എന്ന വരദാനം നൽകിയിട്ടുണ്ട്. ഇന്നത്തെ ദിവസത്തെ സ്മൃതി സോ സമർത്ഥ ദിവസം എന്ന് പറയുന്നു. എന്തുകൊണ്ട്? ബാബ ഇന്നത്തെ ദിവസം സ്വയം തന്നെ ബാക്ക് ബോൺ ആക്കുകയും ലവ്ലീൻ ആയ കുട്ടികളെ വിശ്വത്തിൻ്റെ സ്റ്റേജിൽ പ്രത്യക്ഷമാക്കുകയും ചെയ്തു. വ്യക്തത്തിൽ കുട്ടികളെ പ്രത്യക്ഷമാക്കി സ്വയം അവ്യക്ത രൂപത്തിൽ കൂട്ടുകാരനായി. ഇന്നത്തെ ഈ സ്മൃതി സോ സമർത്ഥ ദിവസത്തിൽ ബാബ്ദാദ കുട്ടികളെ ബാലകനും അധികാരിയുമാക്കി മാറ്റി. മാസ്റ്റർ സർവശക്തിവാനായ ബാബയെ പ്രത്യക്ഷമാക്കുന്നതിൻ്റെ കാര്യം നൽകി. യഥായോഗവും ശക്തിയും അനുസരിച്ച് എല്ലാ കുട്ടികളും ബാബയെ പ്രത്യക്ഷമാക്കുന്നതിൻ്റെ, അതായത് വിശ്വമംഗളം ചെയ്ത് വിശ്വപരിവർത്തനത്തിൻ്റെ കാര്യത്തിൽ മുഴുകിയിരിക്കുകയാണ് എന്നത് ബാബ കണ്ട് സന്തുഷ്ടമായിരിക്കുന്നു. ബാബയിലൂടെ സർവശക്തികളുടെയും ഏതൊരു സമ്പത്താണ് ലഭിച്ചിട്ടുള്ളത്, അത് സ്വയം പ്രതിയും വിശ്വത്തിലെ ആത്മാക്കളെ പ്രതിയും കാര്യത്തിൽ വിനിയോഗിച്ചു കൊണ്ടിരിക്കുകയാണ്. ബാബ്ദാദയും ഇങ്ങനെയുള്ള മാസ്റ്റർ സർവശക്തിവാനും ബാബയ്ക്ക് സമാനവും ഉന്മേഷത്തിലും ഉത്സാഹത്തിലും ഇരിക്കുന്ന ഓൾറൗണ്ട് സേവാധാരിയും നിസ്വാർത്ഥ സേവാധാരിയും പരിധിയില്ലാത്ത സേവാധാരിയുമായ കുട്ടികൾക്ക് കോടി മടങ്ങ് ഹൃദയത്തിൽ നിന്നും ആശംസകൾ നൽകുകയാണ്. ആശംസകൾ. ദേശത്തിലെ കുട്ടികളും കുറവല്ല, വിദേശത്തെ കുട്ടികളും കുറവല്ല. ബാബ്ദാദ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്നും ഇങ്ങനെയുള്ള കുട്ടികളുടെ മഹിമയും ചെയ്യുന്നു, ഗീതവും പാടുന്നു. ആഹാ കുട്ടികളെ, ആഹാ! നിങ്ങളേവരും ആഹാ ആഹാ എന്ന കുട്ടികളാണല്ലോ. കൈവീശിക്കൊണ്ടിരിക്കുകയാണ്. വളരെ നല്ലത്. ബാബ്ദാദയ്ക്ക് കുട്ടികളുടെ മേൽ അഭിമാനമുണ്ട്. ഓരോ കുട്ടിയും സ്വരാജ്യ അധികാരിയായ രാജാവായിരിക്കുന്ന ഒരു പിതാവ് മുഴുവൻ കൽപ്പത്തിലും ഉണ്ടായിരിക്കില്ല. താങ്കൾ ഏവരും സ്വരാജ്യ അധികാരിയായ രാജാവാണല്ലോ, പ്രജയല്ലല്ലോ. ചില കുട്ടികൾ ആത്മീയ സംഭാഷണം നടത്തുമ്പോൾ പറയുന്നു, നമ്മൾ ഭാവിയിൽ എന്താകും, അതിൻ്റെ ചിത്രം നമുക്ക് കാണിച്ചു തരൂ. ബാബ്ദാദ എന്താണ് പറയുന്നത്? പഴയ കുട്ടികൾ പറയുന്നു, ജഗദംബയാകുന്ന മാതാവ് ഓരോരുത്തർക്കും ചിത്രം നൽകുമായിരുന്നു, അപ്പോൾ നമുക്കും ചിത്രം നൽകൂ. ബാബ്ദാദ പറയുന്നു, ഓരോ കുട്ടിക്കും ബാബ വിചിത്രമായ ദർപ്പണം നൽകിയിട്ടുണ്ട്. ആ ദർപ്പണത്തിൽ തൻ്റെ ഭാവിയിലെ ചിത്രം കാണുവാൻ സാധിക്കും. ഞാൻ ആരാണ് എന്ന് അറിയാമോ? ആ ദർപ്പണം താങ്കളുടെ അടുക്കലുണ്ടോ?
ഏത് ദർപ്പണം എന്നറിയാമോ? ആദ്യത്തെ ലൈനിലുള്ളവർക്ക് അറിയാമായിരിക്കുമല്ലോ. അറിയാമോ? ആ ദർപ്പണമാണ് വർത്തമാന സമയത്തെ സ്വരാജ്യത്തിൻ്റെ സ്ഥിതിയുടെ ദർപ്പണം. വർത്തമാന സമയത്ത് എത്രത്തോളം സ്വരാജ്യ അധികാരിയാണോ അതനുസരിച്ച് വിശ്വത്തിൻ്റെ രാജ്യ അധികാരിയാകും. ഇപ്പോൾ സ്വയം തന്നെ ദർപ്പണത്തിൽ നോക്കൂ. സ്വരാജ്യ അധികാരി സദാ ആണോ, അതോ ഇടയ്ക്ക് അധീനവും ഇടയ്ക്ക് അധികാരിയുമാണോ? അഥവാ ഇടയ്ക്ക് അധീനവും ഇടയ്ക്ക് അധികാരിയുമാകുന്നു? ഇടയ്ക്ക് കണ്ണ് ചതിക്കുന്നു, ഇടയ്ക്ക് മനസ്സ് ചതിക്കുന്നു. ചിലപ്പോൾ വായ് ചതിക്കുന്നു, ചിലപ്പോൾ കാതും ചതിക്കുന്നു. വ്യർത്ഥ കാര്യങ്ങൾ കേൾക്കുന്നതിൻ്റെ താല്പര്യം ഉണ്ടാകുന്നു. അഥവാ ഏതെങ്കിലും കർമ്മേന്ദ്രിയം ചതിക്കുന്നുവെങ്കിൽ, പരവശമാക്കുന്നുവെങ്കിൽ ഇതിലൂടെ തെളിയുന്നത് ബാബയിലൂടെ ഏതൊരു സർവശക്തികളും വരദാനമായി ലഭിച്ചിട്ടുണ്ടോ, അഥവാ സമ്പത്തായി ലഭിച്ചിട്ടുണ്ടോ, ആ കൺട്രോളിംഗ് പവറും റൂളിംഗ് പവറും ഇല്ല. അപ്പോൾ ചിന്തിക്കൂ, ആർക്കാണോ സ്വയം തൻ്റെ മേൽ റൂൾ ചെയ്യാൻ കഴിയാത്തത്, അവർ വിശ്വത്തിൻ്റെ മേൽ എങ്ങനെ റൂൾ ചെയ്യും? തൻ്റെ വർത്തമാന സ്ഥിതിയുടെ സ്വരാജ്യ അധികാരിയുടെ ദർപ്പണത്തിൽ ചെക്ക് ചെയ്യൂ. ദർപ്പണം എല്ലാവർക്കും ലഭിച്ചിട്ടുണ്ടല്ലോ. ദർപ്പണം ലഭിച്ചിട്ടുണ്ടെങ്കിൽ കൈ ഉയർത്തൂ. ദർപ്പണത്തിൽ, അതായത് കണ്ണാടിയിൽ ഏതെങ്കിലും അടയാളങ്ങൾ ഉണ്ടായിട്ടില്ലല്ലോ. ദർപ്പണം സ്പഷ്ടമാണോ? ബാബ്ദാദ ഓരോ കുട്ടിക്കും സ്വരാജ്യ അധികാരിയുടെ സ്വമാനം നൽകിയിട്ടുണ്ട്. മാസ്റ്റർ സർവശക്തിവാന്റെ ടൈറ്റിൽ എല്ലാ കുട്ടികൾക്കും ബാബയിലൂടെ ലഭിച്ചിട്ടുണ്ട്. മാസ്റ്റർ ശക്തിവാൻ അല്ല, സർവശക്തിവാൻ. പല കുട്ടികളും ആത്മീയ സംഭാഷണത്തിൽ ഇതും പറയുന്നു, ബാബ അങ്ങ് സർവശക്തികളും നൽകി, എന്നാൽ ഈ ശക്തികൾ ഇടയ്ക്കിടയ്ക്ക് വേണ്ട സമയത്ത് കാര്യം ചെയ്യുന്നില്ല. റിപ്പോർട്ട് ചെയ്യുന്നു, വേണ്ട സമയത്ത് എമർജ് ആകുന്നില്ല. സമയം കടന്നു പോകുന്നു, പിന്നീട് എമർജ് ആകുന്നു. കാരണം എന്താണ്? ഏത് സമയത്ത് ഏത് ശക്തിയെ ആഹ്വാനം ചെയ്യുന്നുവോ ആ സമയത്ത് ചെക്ക് ചെയ്യൂ, ഞാൻ അധികാരിയുടെ സീറ്റിൽ സെറ്റാണോ? അഥവാ ആരെങ്കിലും സീറ്റിൽ സെറ്റ് അല്ലെങ്കിൽ സീറ്റിൽ അല്ലാത്തവരുടെ ഓർഡർ ആരെങ്കിലും മാനിക്കുകയില്ല. സ്വരാജ്യ അധികാരിയാണ് മാസ്റ്റർ, സർവശക്തിവാനാണ്. ബാബയിലൂടെ സമ്പത്തിൻ്റെയും വരദാനത്തിൻ്റെയും അധികാരിയാണ്. ഈ സീറ്റിൽ സെറ്റായി ഇരുന്നു കൊണ്ട് പിന്നെ ഓർഡർ ചെയ്യൂ. എന്തു ചെയ്യട്ടെ, എങ്ങനെ ചെയ്യട്ടെ, നടക്കുന്നില്ല. സീറ്റിൽ നിന്നും താഴെ ഇരുന്ന് സീറ്റിൽ നിന്നും ഇറങ്ങി ഓർഡർ ചെയ്യുന്നു. അപ്പോൾ അംഗീകരിക്കുമോ? ഇക്കാലത്ത് ലോകത്തിലും അഥവാ ആരെങ്കിലും പ്രൈം മിനിസ്റ്റർ ആണെങ്കിൽ, സീറ്റിൽ ആണെങ്കിൽ എല്ലാവരും അംഗീകരിക്കും. സീറ്റിൽ നിന്നും ഇറങ്ങിയാൽ ആരെങ്കിലും അംഗീകരിക്കുമോ? അപ്പോൾ ചെക്ക് ചെയ്യൂ, സീറ്റിൽ സെറ്റാണോ? അധികാരിയായി ഓർഡർ ചെയ്യുന്നുണ്ടോ? ബാബ ഓരോ കുട്ടിക്കും അതോറിറ്റി നൽകി. പരമാത്മാ അതോറിറ്റിയാണ്. ഏതെങ്കിലും ആത്മാവിൻ്റെ അതോറിറ്റി അല്ല ലഭിച്ചത്. മഹാത്മാവിൻ്റെ അതോറിറ്റി അല്ല ലഭിച്ചത്. പരമാത്മാ അതോറിറ്റിയാണ്. അപ്പോൾ അതോറിറ്റിയും അധികാരവും ഈ സ്ഥിതിയിൽ സ്ഥിതി ചെയ്തുകൊണ്ട് ഏതൊരു ശക്തിയെയും ഓർഡർ ചെയ്യൂ. അത് ജി പ്രഭു, ജി പ്രഭു എന്ന് പറയും. സർവശക്തികളുടെ മുന്നിൽ ഈ മായ, പ്രകൃതി, സംസ്കാരം, സ്വഭാവം എല്ലാം ദാസിയായി മാറും. അധികാരിയായ താങ്കളെ കാത്തിരിക്കും. അധികാരി ഏതെങ്കിലും ഓർഡർ ചെയ്യൂ. ഇന്ന് സമർത്ഥ ദിവസമാണല്ലോ. അപ്പോൾ എന്തെല്ലാം സമർത്ഥികൾ അഥവാ ശക്തികളുണ്ടോ അത് കുട്ടികളിൽ ബാബ്ദാദ റിവൈസ് ചെയ്യിച്ചുകൊണ്ടിരിക്കുകയാണ്, അണ്ടർലൈൻ ചെയ്യിച്ചുകൊണ്ടിരിക്കുകയാണ്.
വേണ്ട സമയത്ത് ശക്തിഹീനം ആയി പോകുന്നത് എന്തുകൊണ്ട്? ബാപ്ദാദ കണ്ടു, മെജോറിറ്റി കുട്ടികൾക്കും ലീക്കേജ് ഉണ്ട്. ശക്തികളുടെ ലീക്കേജ് ഉള്ളത് കാരണം ശക്തികൾ കുറഞ്ഞു പോകുന്നു. ലീക്കേജ് വിശേഷിച്ചും 2 കാര്യങ്ങളുടേതാണ്. ആ 2 കാര്യങ്ങളാണ് സങ്കല്പവും സമയവും വേസ്റ്റായി പോകുന്നു. മോശമാകുന്നില്ല, എന്നാൽ വ്യർത്ഥമാണ്. സമയമനുസരിച്ച് മോശമായ കാര്യം ചെയ്യുന്നില്ല, എന്നാൽ ശേഖരിക്കുകയും ചെയ്യുന്നില്ല. കേവലം നോക്കുന്നു, ഇന്ന് മോശമായ എന്തെങ്കിലും ഉണ്ടായില്ലല്ലോ. പക്ഷേ നല്ലത് എന്താണ് ശേഖരിച്ചത്? പാഴാക്കിയില്ല, എന്നാൽ ശേഖരിച്ചുവോ? ദുഃഖം കൊടുത്തില്ല, എന്നാൽ സുഖം എത്ര പേർക്ക് നൽകി? ആരെയും അശാന്തമാക്കിയില്ല. ശാന്തിയുടെ വൈബ്രേഷൻ എത്ര വ്യാപിപ്പിച്ചു? ശാന്തി ദൂതനായി ശാന്തി എത്ര പേർക്ക് നൽകി? വായുമണ്ഡലത്തിലൂടെയോ അല്ലെങ്കിൽ വായിലൂടെയോ വൈബ്രേഷനിലൂടെയോ? കാരണം ഇതറിയുന്നുണ്ട്, ഇത് ചെറിയൊരു സമയമാണ്. പുരുഷോത്തമ മംഗളകാരി ശേഖരിക്കുന്നതിനുള്ള സമയമാണ്. ഇപ്പോൾ ഇല്ലെങ്കിൽ ഒരിക്കലുമില്ല. ഇത് ഓരോ നിമിഷവും ഓർമ്മയുണ്ടായിരിക്കട്ടെ. നടന്നുകൊള്ളും, ചെയ്യാം. ഇപ്പോഴില്ലെങ്കിൽ ഒരിക്കലുമില്ല. ബ്രഹ്മബാബയുടെ തീവ്രഗതിയുടെ ഈ പുരുഷാർത്ഥമായിരുന്നു. അപ്പോൾ നമ്പർ 1 ലക്ഷ്യത്തിൽ എത്തിച്ചേർന്നു. അപ്പോൾ ബാബ ഏതെല്ലാം ശക്തികൾ നൽകിയിട്ടുണ്ടോ ഇന്ന് സമർത്ഥ ദിവസത്തിൽ ഓർമ്മ വന്നുവല്ലോ. സേവിങ്സിൻ്റെ സ്കീം ഉണ്ടാക്കും. സങ്കല്പത്തിൻ്റെ സേവിങ്സ്, സമയത്തിൻ്റെ സേവിങ്, വാണിയുടെ സേവിങ്. എന്താണോ യഥാർത്ഥമായ വാക്കുകളല്ലാത്തത്, അയഥാർത്ഥവും വ്യർത്ഥവുമായ വാക്കുകളുടെ സേവിങ്സ്. ബാബ്ദാദ എല്ലാ കുട്ടികളെയും സദാ അതോറിറ്റിയുടെ സീറ്റിൽ സെറ്റായിരിക്കുന്ന സ്വരാജ്യ അധികാരി രാജാവിൻ്റെ രൂപത്തിൽ കാണാൻ ആഗ്രഹിക്കുന്നു. ഇഷ്ടമാണോ? ഈ രൂപം ഇഷ്ടമാണല്ലോ. എപ്പോഴെങ്കിലും ബാബ്ദാദ ഏതെങ്കിലും കുട്ടികളെ TV-യിൽ കാണുമ്പോൾ ഈ രൂപത്തിൽ കാണണം. ബാബ്ദാദയുടേത് നാച്ചുറൽ TV-യാണ്. സ്വിച്ച് അമർത്തേണ്ടി വരുന്നില്ല. ഒരേ സമയത്ത് 4 ഭാഗത്തുമുള്ളത് കാണാൻ സാധിക്കുന്നു. ഓരോ കുട്ടിയെയും ഓരോ കോണിലിരിക്കുന്നവരെയും കാണാൻ സാധിക്കും. അപ്പോൾ സാധ്യമാണോ? നാളെ മുതൽ TV ഓൺ ചെയ്യുമ്പോൾ എന്ത് കാണപ്പെടും? ഫരിസ്തയുടെ ഡ്രസ്സാണ് തിളങ്ങുന്ന ലൈറ്റിൻ്റെ ഡ്രസ്. ഈ ശരീരബോധത്തിൻ്റെ മണ്ണിൻ്റെ ഡ്രസ് ധരിക്കരുത്. തിളങ്ങുന്ന ഡ്രസ് ആയിരിക്കണം. സഫലതയുടെ നക്ഷത്രമാകണം. ഓരോരുത്തരുടെയും ഇങ്ങനെയുള്ള മൂർത്തി ബാബ്ദാദ കാണാൻ ആഗ്രഹിക്കുന്നു. ഇഷ്ടമാണല്ലോ. മണ്ണിൻ്റെ ഡ്രസ് ധരിക്കുകയാണെങ്കിൽ മണ്ണിലേതായി പോകുമല്ലോ. ഏതുപോലെ ബാബ അശരീരിയാണ്. ബ്രഹ്മ ബാബ തിളങ്ങുന്ന ഡ്രസ്സിലാണ്, ഫരിസ്തയാണ്. അപ്പോൾ ഫോളോ ഫാദർ. നോക്കൂ, സ്ഥൂലത്തിൽ താങ്കളുടെ ഏതെങ്കിലും വസ്ത്രത്തിൽ മണ്ണ് പറ്റുകയോ കറ പിടിക്കുകയോ ചെയ്താൽ എന്തു ചെയ്യുന്നു? മാറ്റുന്നുവല്ലോ. ഇതേപോലെ തന്നെ ചെക്ക് ചെയ്യൂ. സദാ തിളങ്ങുന്ന ഫരിസ്തയുടെ ഡ്രസ്സുണ്ടോ? ഓരോ കുട്ടിയും രാജപുത്രനാണ് എന്ന് ബാബയ്ക്ക് ഏതൊരു അഭിമാനമാണോ ഉള്ളത്, ആ സ്വരൂപത്തിൽ ഇരിക്കൂ. രാജാവായി ഇരിക്കൂ. പിന്നെ ഈ മായ താങ്കളുടെ ദാസിയായി മാറും. വിട വാങ്ങാൻ വരും. പകുതി കൽപ്പത്തേക്ക് വിട വാങ്ങാൻ വരും. യുദ്ധം ചെയ്യുകയില്ല. ബാബ്ദാദ സദാ പറയുന്നു, ബാബയുടെ മേൽ ബലിയർപ്പണം ആകുന്നവർ ഒരിക്കലും തോൽക്കുക സാധ്യമല്ല. അഥവാ തോൽവി അടയുന്നുവെങ്കിൽ ബലിയർപ്പണമല്ല. ഇപ്പോൾ നിങ്ങൾ ഏവരുടെയും മീറ്റിംഗ് നടക്കാൻ പോകുന്നുവല്ലോ. മീറ്റിംഗിൻ്റെ ഡേറ്റ് ഫിക്സ് ആകാറുണ്ടല്ലോ. അപ്പോൾ ഇത്തവണ കേവലം സർവീസിൻ്റെ പ്ലാനിൻ്റെ മീറ്റിംഗ് ബാബ്ദാദ കാണാൻ ആഗ്രഹിക്കുന്നില്ല.
സർവീസിൻ്റെ പ്ലാൻ ഉണ്ടാക്കിക്കൊള്ളൂ. എന്നാൽ മീറ്റിങ്ങിൽ സഫലതയുടെ സെറിമണിയുടെ പ്ലാൻ ഉണ്ടാക്കൂ. വളരെയധികം സെറിമണി നടത്തി. ഇപ്പോൾ സഫലതയുടെ സെറിമണിയുടെ ഡേറ്റ് ഫിക്സ് ചെയ്യൂ. എങ്ങനെ നടക്കും എന്നെല്ലാവരും ചിന്തിക്കുന്നു. ബാബ്ദാദ പറയുന്നു, ഏറ്റവും കുറഞ്ഞത് 108 രത്നങ്ങൾ സഫലതാമൂർത്തിയുടെ സെറിമണി ആഘോഷിക്കണം. എക്സാമ്പിൾ ആകണം. ഇത് സാധ്യമാണോ? പറയൂ. ആദ്യത്തെ ലൈനിലുള്ളവർ പറയൂ, സാധ്യമാണോ? ഉത്തരം നൽകുന്നതിൻ്റെ ധൈര്യം വയ്ക്കുന്നില്ല. ചിന്തിക്കുന്നു, ചെയ്യുമോ ചെയ്യില്ലേ എന്നറിയില്ല എന്ന്. ധൈര്യത്തോടെ സർവ്വതും സാധ്യമാണ്. ദാദി പറയട്ടെ, 108 സഫലതാമൂർത്തി തയ്യാറാവുക സാധ്യമാണോ? ദാദി പറഞ്ഞു, അതെ, തീർച്ചയായും തയ്യാറാവുക സാധ്യമാണ്. സഫലതയുടെ സെറിമണി സാധ്യമാണ്. നോക്കൂ, ദാദിയിൽ ധൈര്യമുണ്ട്. നിങ്ങൾ ഏവരുടെയും ഭാഗത്തു നിന്നും ധൈര്യം വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സഹയോഗിയാകണം. അപ്പോൾ ഈ ഏതൊരു മീറ്റിംഗ് ആണോ നടക്കുന്നത് അതിൽ ബാബ്ദാദ റിപ്പോർട്ട് വാങ്ങും. പാണ്ഡവർ പറയൂ, എന്തുകൊണ്ടാണ് നിശബ്ദമായിരിക്കുന്നത്? എന്തുകൊണ്ട് നിശബ്ദം? ഈ ധൈര്യം എന്തുകൊണ്ട് വയ്ക്കുന്നില്ല? ചെയ്ത് കാണിക്കുമോ ഇങ്ങനെ? ശരി, ധൈര്യം വയ്ക്കാൻ സാധിക്കുമോ? നമ്മൾ ധൈര്യം വെച്ച് കാണിക്കും എന്ന് ആര് മനസ്സിലാക്കുന്നുവോ അവർ കൈ ഉയർത്തു. ചെയ്യുമോ? ഏതെങ്കിലും സംസ്കാരം അവശേഷിക്കുകയില്ലല്ലോ. ഏതെങ്കിലും ദൗർബല്യം അവശേഷിക്കുകയില്ലല്ലോ. ശരി, മധുബനിലുള്ളവരും കൈ ഉയർത്തുകയാണ്. ആഹാ, ആശംസകൾ, ആശംസകൾ. ശരി, എങ്കിൽ പിന്നെ 108 സഹജമായി ഉണ്ടായിക്കൊള്ളും. ഇത്രയും പേർ കൈ ഉയർത്തി. അപ്പോൾ 108 വലിയ കാര്യമാണോ? ഡബിൾ ഫോറിനേഴ്സ് എന്തു ചെയ്യും? ദാദി ജാനകി കേട്ടുകൊണ്ടിരിക്കുകയാണ്. ദാദിക്ക് ഉന്മേഷം വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറയട്ടെ എന്ന്. ഫോറിനിലുള്ളവരുടെ മാലയും നോക്കും. ഓക്കെ ആണോ? കൈ ഉയർത്തു. ഓക്കെ ആണോ? ശരി, ഇന്ന് ഈ ഡബിൾ ഫോറിനേഴ്സ് എത്ര പേർ ഇരിക്കുകയാണ്? 200. ഇതിൽ നിന്നും 108 തയ്യാറാകും. ഓക്കെ ആണോ? ഇതിൽ ചെയ്യേണ്ടത് ആദ്യം ഞാൻ. ഇതിൽ മറ്റുള്ളവരെ നോക്കരുത്. ആദ്യം ഞാൻ. ഞാൻ ഞാൻ എന്നത് പറയാൻ പാടില്ല. ഈ ഞാൻ എന്നത് തീർച്ചയായും ചെയ്യണം. ഇനിയും കാര്യങ്ങൾ ബാബ്ദാദ നൽകുകയാണ്. ഇന്ന് സമർത്ഥ ദിവസമാണല്ലോ. അപ്പോൾ ശക്തിയുണ്ട്. ബാബ്ദാദ ഒരു വിചിത്ര ദീപാവലി ആഘോഷിക്കുവാൻ ആഗ്രഹിക്കുന്നു. താങ്കൾ ദീപാവലി പലതവണ ആഘോഷിച്ചിട്ടുണ്ട്. എന്നാൽ ബാബ്ദാദ വിചിത്ര ദീപാവലി ആഘോഷിക്കാൻ ആഗ്രഹിക്കുന്നു. കേൾപ്പിക്കട്ടെ? ശരി, വർത്തമാന സമയത്തെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ദിനം പ്രതിദിനം 4 ഭാഗത്തും മനുഷ്യ ആത്മാക്കളിൽ നിരാശ വളരെയധികം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒന്നുകിൽ മനസ്സ സേവനം ചെയ്യൂ, അല്ലെങ്കിൽ വാച ചെയ്യൂ, അല്ലെങ്കിൽ സംബന്ധ സമ്പർക്കത്തിൻ്റേത് ചെയ്യൂ. എന്നാൽ ബാബ്ദാദ നിരാശരായ മനുഷ്യരുടെ ഉള്ളിൽ ആശയുടെ ദീപം തെളിയിക്കുവാൻ ആഗ്രഹിക്കുന്നു. 4 ഭാഗത്തും മനുഷ്യ ആത്മാക്കളുടെ മനസ്സിൽ ആശയുടെ ദീപം തെളിയട്ടെ. ഈ ആശയുടെ ദീപങ്ങളുടെ ദീപാവലി ബാബ്ദാദ കാണുവാൻ ആഗ്രഹിക്കുന്നു. സാധ്യമാണോ? വായുമണ്ഡലത്തിൽ ഏറ്റവും കുറഞ്ഞത് ഈ ആശയുടെ ദീപം തെളിയണം. എങ്കിൽ ഇപ്പോൾ വിശ്വ പരിവർത്തനം ഉണ്ടാകാൻ പോകുന്നു. ഗോൾഡൻ പ്രഭാതം വരാൻ പോകുന്നു. ഒന്നും നടക്കാൻ പോകുന്നില്ല, ഒന്നും നടക്കാൻ പോകുന്നില്ല എന്ന നിരാശ ഇല്ലാതാകണം. ആശയുടെ ദീപം തെളിയണം. ചെയ്യാൻ സാധിക്കുമല്ലോ. ഇത് സഹജമാണല്ലോ. അതോ പ്രയാസമാണോ? സഹജമാണോ? ആര് ചെയ്യുമോ അവർ കൈ ഉയർത്തു. ചെയ്യുമോ? ഇത്രയും ദീപങ്ങളെല്ലാം തെളിയുമെങ്കിൽ ദീപമാല ഉണ്ടാകുമല്ലോ. വൈബ്രേഷൻ ഇത്രയും പവർഫുൾ ആക്കൂ.
മുന്നിൽ എത്തിച്ചേരാൻ സാധിക്കുന്നില്ല എന്നിരിക്കെ, എന്നാൽ ലൈറ്റ് ഹൗസ് മൈറ്റ് ഹൗസായി ദൂരെ വരെ വൈബ്രേഷൻ വ്യാപിപ്പിക്കൂ. സയൻസിന് ലൈറ്റ് ഹൗസിലൂടെ ദൂരെ വരെ ലൈറ്റ് നൽകാൻ സാധിക്കുന്നു എന്നിരിക്കെ, താങ്കൾക്ക് വൈബ്രേഷൻ വ്യാപിപ്പിക്കാൻ സാധിക്കില്ലേ? കേവലം ദൃഢസങ്കല്പം നടത്തൂ, ചെയ്യുക തന്നെ വേണം. ബിസിയാകൂ. മനസ്സിനെ ബിസിയാക്കി വയ്ക്കുമെങ്കിൽ സ്വയവും നേട്ടം, ആത്മാക്കൾക്കും നേട്ടം. നടക്കുമ്പോഴും ചുറ്റി സഞ്ചരിക്കുമ്പോഴും ഇത് സ്മൃതിയിൽ വയ്ക്കൂ. വിശ്വത്തിൻ്റെ മംഗളം ചെയ്യുക തന്നെ വേണം. ഈ വൃത്തി വായുമണ്ഡലം വ്യാപിപ്പിക്കും. കാരണം സമയമാകാൻ പോകുന്നത് പെട്ടെന്നാണ്. താങ്കൾ നമ്മളോട് എന്തുകൊണ്ട് പറഞ്ഞില്ല എന്ന് താങ്കളുടെ സഹോദരി സഹോദരന്മാർ പരാതി പറയരുത്. അവസാനം വരെയും ചെയ്യും എന്ന് ചില കുട്ടികൾ ചിന്തിക്കുന്നു. എന്നാൽ അവസാനം വരെയും ചെയ്താൽ പോലും താങ്കളോട് പരാതി പറയും. ഈ പരാതി പറയും, നമ്മളോട് കുറച്ച് സമയം മുമ്പേ പറഞ്ഞിരുന്നുവെങ്കിൽ എന്തെങ്കിലും ചെയ്തേനെ, ഉപയോഗപ്പെടുത്തിയേനെ എന്ന്. അതിനാൽ ഓരോ സങ്കല്പത്തിലും ബാബ്ദാദയുടെ ഓർമ്മയിലൂടെ ലൈറ്റ് എടുത്തുകൊണ്ടിരിക്കൂ. ലൈറ്റ് ഹൗസായി ലൈറ്റ് നൽകിക്കൊണ്ടിരിക്കൂ. ടൈം വേസ്റ്റ് ചെയ്യരുത്. ബാബ്ദാദ നോക്കുമ്പോൾ വളരെയധികം യുദ്ധം ചെയ്യുന്നു. അപ്പോൾ ബാബ്ദാദയ്ക്ക് നല്ലതായി തോന്നുന്നില്ല. മാസ്റ്റർ സർവശക്തിവാനാണ്, യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ രാജാവാകൂ, സഫലതാമൂർത്തി ആകൂ. നിരാശ ഇല്ലാതാക്കി ആശയുടെ ദീപം തെളിയിക്കൂ. ശരി. എല്ലാ ഭാഗത്തുമുള്ള കുട്ടികളുടെ സ്നേഹത്തിൻ്റെ ഓർമ്മയുടെ മാലകൾ ധാരാളം എത്തിച്ചേർന്നിരിക്കുകയാണ്. ബാബ്ദാദ ഓർമ്മകൾ അയക്കുന്നവരെ മുന്നിൽ കണ്ടുകൊണ്ട് ഓർമ്മയ്ക്കുള്ള റെസ്പോൺസായി ഹൃദയത്തിൽ നിന്നുള്ള ആശീർവാദങ്ങളും ഹൃദയത്തിൽ നിന്നുള്ള സ്നേഹവും നൽകുകയാണ്. ശരി. ആരാണോ ആദ്യത്തെ തവണ വന്നിരിക്കുന്നത് അവർ എഴുന്നേൽക്കൂ. നല്ലതാണ്. ഓരോ ടേണിലും ഇത് കണ്ടു. മെജോറിറ്റി പുതിയവരാണ്. അപ്പോൾ സർവീസ് വർദ്ധിപ്പിച്ചുവല്ലോ. ഇത്രയും പേർക്ക് സന്ദേശം നൽകി. ഏതുപോലെ താങ്കൾക്ക് സന്ദേശം ലഭിച്ചുവോ അതേപോലെ താങ്കളും ഇനിയും ഇരട്ടി ഇരട്ടി സന്ദേശം നൽകൂ. യോഗ്യരാക്കൂ. നല്ലതാണ്. ഓരോ സബ്ജക്റ്റിലും ഇനിയും ഉന്മേഷത്തോടെ ഉത്സാഹത്തോടെ മുന്നോട്ട് പോകൂ. നല്ലതാണ്. ശരി. ഇപ്പോൾ ലക്ഷ്യം വയ്ക്കൂ. നടക്കുമ്പോഴും ചുറ്റി സഞ്ചരിക്കുമ്പോഴും മനസ്സ ആയാലും വാച ആയാലും കർമ്മണ ആയാലും സേവനം കൂടാതെയും ഇരിക്കരുത്, ഓർമ്മ കൂടാതെയും ഇരിക്കരുത്. ഓർമ്മയും സേവനവും സദാ ഒരുമിച്ച് തന്നെയാണ്. ഇത്രയും സ്വയം തന്നെ ബിസിയാക്കി വയ്ക്കൂ. ഓർമ്മയിലും സേവനത്തിലും. വെറുതെ ഇരിക്കുകയാണെങ്കിൽ മായയ്ക്ക് വരാനുള്ള ചാൻസ് ലഭിക്കുന്നു. ദൂരെ നിന്ന് പോലും മായ വരാനുള്ള ധൈര്യം വയ്ക്കാത്ത വിധം ഇത്രയും ബിസിയായിരിക്കൂ. പിന്നെ ബാബയ്ക്ക് സമാനം ആകുന്നതിൻ്റെ ഏതൊരു ലക്ഷ്യം വച്ചിരിക്കുന്നുവോ അത് സഹജമായി നടക്കും. പ്രയത്നിക്കേണ്ടി വരികയില്ല. സ്നേഹി സ്വരൂപം ആയിരിക്കും. ശരി. ബാബ്ദാദയുടെ നയനങ്ങളിൽ അലിഞ്ഞിരിക്കുന്ന പ്രകാശരത്നങ്ങളായ കുട്ടികൾക്ക് ബാബയുടെ സർവ പ്രോപ്പർട്ടിയുടെ അധികാരിയായ ശ്രേഷ്ഠ ആത്മാക്കളായ കുട്ടികൾക്ക് സദാ ഉന്മേഷത്തിൻ്റെ ഉത്സാഹത്തിൻ്റെ ചിറകുകളിലൂടെ പറക്കുകയും പറപ്പിക്കുകയും ചെയ്യുന്ന മഹാവീരന്മാരും മഹാവീരണികളുമായ കുട്ടികൾക്ക് ഒരു ബാബ തന്നെയാണ് ലോകം എന്ന താല്പര്യത്തോടെ മഗ്നമായിരിക്കുന്ന ലവ്ലീൻ കുട്ടികൾക്ക് ലവ്ലീൻ ആവുക എന്നാൽ സഹജമായി ബാബയ്ക്ക് സമാനമാവുക. അപ്പോൾ ലവ്ലിയും ലവ്ലീനും രണ്ടുമായ കുട്ടികൾക്ക് വളരെ വളരെ കോടി കോടി മടങ്ങ് സ്നേഹസ്മരണകൾ. നമസ്തേ. വരദാനം.
തൻ്റെ ഓരോ കർമ്മത്തിലൂടെയും വിശേഷതയിലൂടെയും ദാതാവിൻ്റെ നേർക്ക് സൂചന നൽകുന്ന സത്യമായ സേവാധാരിയായി ഭവിക്കട്ടെ. സത്യമായ സേവാധാരി ഏതെങ്കിലും ആത്മാവിനെ സഹയോഗം നൽകി സ്വയം തന്നിൽ പറ്റിച്ചേർക്കുകയില്ല, തളച്ചിടുകയില്ല. അവർ സർവരുടെയും കണക്ഷൻ ബാബയുമായി ഉണ്ടാക്കിക്കും. അവരുടെ ഓരോ വാക്കും ബാബയുടെ സ്മൃതി വരുത്തുന്നവയായിരിക്കും. അവരുടെ ഓരോ കർമ്മത്തിലൂടെ ബാബ കാണപ്പെടും. എൻ്റെ വിശേഷത കാരണമാണ് ഇവർ എൻ്റെ സഹയോഗിയായിരിക്കുന്നത് എന്ന സങ്കല്പം പോലും അവർക്ക് വരില്ല. അഥവാ താങ്കളെയാണ് കണ്ടത്, ബാബയെ അല്ലെങ്കിൽ ഇത് സേവനമല്ല ചെയ്തത്, ബാബയെ മറപ്പിച്ചു. സത്യമായ സേവാധാരി സത്യത്തിൻ്റെ ഭാഗത്തേക്ക് സർവരുടെയും സംബന്ധം യോജിപ്പിക്കും, സ്വയം തന്നോടല്ല. സ്ലോഗൻ: ഏതെങ്കിലും പ്രകാരത്തിലുള്ള അപേക്ഷ ഇടുന്നതിന് പകരം സദാ തൃപ്തമായിരിക്കൂ. അവ്യക്ത സൂചന: സങ്കല്പങ്ങളുടെ ശക്തി ശേഖരിച്ച് ശ്രേഷ്ഠ സേവനത്തിന് നിമിത്തമാകൂ. ശ്രേഷ്ഠ ഭാഗ്യത്തിൻ്റെ രേഖ വരയ്ക്കുന്നതിൻ്റെ ആധാരമാണ് ശ്രേഷ്ഠ സങ്കല്പവും ശ്രേഷ്ഠ കർമ്മവും. ട്രസ്റ്റിയായ ആത്മാവായാലും സേവാധാരി ആത്മാവായാലും രണ്ടുപേർക്കും ഈ ആധാരത്തിലൂടെ നമ്പർ എടുക്കാൻ സാധിക്കും. രണ്ടുപേർക്കും ഭാഗ്യം ഉണ്ടാക്കുന്നതിൻ്റെ മുഴുവൻ ചാൻസും ഉണ്ട്. ആര് എത്ര ഭാഗ്യം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നുവോ ഉണ്ടാക്കുവാൻ സാധിക്കും. ഓം ശാന്തി. യോഗത്തിൻ്റെ അഭ്യാസം. യോഗേശ്വരനായ ബാബ ബ്രാഹ്മണ ജീവിതത്തിൻ്റെ ആദി വരദാനമായി നൽകിയ യോഗീ ഭവ പവിത്ര ഭവ എന്ന വരദാനത്തെ ഞാൻ സ്മൃതിയിൽ കൊണ്ടുവരുന്നു. എൻ്റെ ആത്മസ്വരൂപത്തിൻ്റെ വാസ്തവിക അവസ്ഥയായ പവിത്രതയുടെ സ്ഥിതിയിൽ ഞാൻ സ്ഥിതി ചെയ്യുന്നു. ഈ പവിത്രതയാകുന്ന സ്വധർമ്മത്തിൽ ഞാൻ സ്ഥിതി ചെയ്യുമ്പോൾ എൻ്റെ സ്വരൂപം സ്വാഭാവികമായി ശാന്തവും സുഖമയവുമായി മാറുന്നു. എൻ്റെ അനാദി സ്വരൂപം പവിത്രതയുടെയാണ്. ആ പരമ പവിത്ര സ്ഥിതി അനുഭവിക്കുന്നതിന് ഓർമ്മയുടെ യാത്രയിലൂടെ ഞാൻ പരമധാമത്തിൽ എത്തിച്ചേരുന്നു. ഈ പവിത്ര സ്വരൂപ അവസ്ഥയിൽ എൻ്റെ ആത്മഗ്രഹത്തിൽ ശിവബാബയുടെ സമീപം സ്ഥിതി ചെയ്യുന്നു. പവിത്രതയുടെ മഹാസാഗരമായ ശിവബാബയിൽ നിന്നും പവിത്രതയുടെ ദിവ്യ പ്രകാശകിരണങ്ങൾ
ആത്മാവിൽ സ്പർശിക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ പവിത്രതയുടെ ശക്തി നിറയുന്നു. പവിത്രതയുടെ തിളക്കം വർദ്ധിക്കുന്നു. പരമാത്മാവിൻ്റെ പരമപവിത്ര പ്രഭാവലയത്തിൻ്റെ ഉള്ളിൽ സ്ഥിതി ചെയ്യുമ്പോൾ എന്നിൽ സ്വാഭാവികമായി മധുരതയുടെ ഗുണം ധാരണയാകുന്നു. സത്യതയുടെ ഗുണം ധാരണയാകുന്നു. വിനയം ധാരണയാകുന്നു. സന്തുഷ്ടത ധാരണയാകുന്നു. ഈ പവിത്ര അവസ്ഥയിൽ ഞാൻ പവിത്രതയുടെ ലൈറ്റ് ഹൗസായി വിശ്വത്തിലേക്ക് പവിത്രതയുടെ വൈബ്രേഷൻസ് വ്യാപിപ്പിക്കുന്നു. പരിധിയില്ലാത്ത ബാബയുടെ ഓർമ്മയിൽ ഈ ഉയർന്ന പവിത്ര സ്ഥിതിയിൽ സ്ഥിതി ചെയ്യുമ്പോൾ എൻ്റെ മനസ്സിൽ സഹജമായി സഹോദരഭാവം നിലനിർത്തുവാൻ കഴിയുന്നു. എൻ്റെ വാക്കിൽ മധുരതയും സത്യതയും നിലനിർത്തുവാൻ എനിക്ക് സാധിക്കുന്നു. എൻ്റെ കർമ്മത്തിൽ വിനയവും സന്തുഷ്ടതയും നിലനിർത്തുവാൻ എനിക്ക് കഴിയുന്നു. സർവപ്രാപ്തികളുടെയും ആധാരമായ ഈ മഹാശക്തിയെ ഞാൻ ബാബയുടെ ഓർമ്മയാകുന്ന ഛത്രഛായയിൽ ഇരുന്ന് ദൃഢതാപൂർവം നിലനിർത്തും.